My name is Najib Rahman. I am a content creator. നിങ്ങൾ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഉറക്കത്തിൽ കാണുന്നതല്ല, പകരം നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് എന്ന് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞ് മുന്നേ നടന്നു പോയിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏറെക്കുറെ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്ന സമയത്ത് എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ റെഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഓട്ടോമോട്ടീവ് യൂട്യൂബ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ സമയത്ത് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പബ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നിനക്ക് അങ്ങനെ ആവാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ 4 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഇങ്ങനെ ഒരു വേദിയിൽ, അതായത് ഒരുപാട് മുൻഗാമികൾ നടന്നുപോയ ഒരു വഴിയുടെ മറ്റൊരറ്റത്ത് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അഭിമാനം തോന്നാണ്. സോ അതിന് കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആശയങ്ങളുമായിട്ട് വരുന്ന സമയത്ത് ചിലയിടത്ത് നമുക്ക് ചെറിയ സ്റ്റെക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ 10ാം ക്ലാസ്സിൽ എപ്പോഴും പഠിച്ചൊരു കവിതയുണ്ട്, ദ റോഡ് നോട്ട് ടേക്കൺ. അതായത് എല്ലാവരും നടന്ന വഴിയിലൂടെ നടക്കാതിരിക്കുക, വ്യത്യസ്തമായ വഴിയിലൂടെ നടക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ആശയം കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന നെഗറ്റീവ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതൊരു പക്ഷേ ഒരു പുതിയ ആളുകൂടി ഒരു ഇൻഡസ്ട്രിയിൽ വളരുമ്പം ഞങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമല്ല, അങ്ങനെ ഈഗോ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെയാണോ ഗ്രോ ആയത്, അവർ ഗ്രോ ആവുന്ന സമയത്ത് അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്തത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത്, ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്ന സത്യത്തിൽ എൻ്റെ പാഷനാണ്. പണ്ട് മമ്മൂട്ടി പറഞ്ഞതുപോലെ എല്ലാ ബോയ്സും കുറേ ഗേൾസിൻ്റെയും ബ്ലഡിൽ ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ കാർ, വണ്ടിപ്രാന്ത് എന്ന് പറയുന്ന വലിയൊരു ആശയം ജന്മന ഉണ്ടാവും എന്നുള്ളതാണ്. എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പലപ്പോഴും ഒരു എക്സോട്ടിക് ആയിട്ടുള്ള വാഹനം കാണുമ്പോൾ തിരിഞ്ഞു നോക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു പാഷനിൽ നിന്നാണ് ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു ആശയം തുടങ്ങുന്നത്. ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയും ഏറ്റവും വലിയൊരു തോട്ടും, റോട്ടിൽ ഒരുപാട് വാഹനങ്ങളുണ്ടല്ലോ, എല്ലാത്തിനെയും പിടിച്ച് റിവ്യൂ ചെയ്ത് കളഞ്ഞ് ചാനൽ വലുതാക്കി എടുക്കാം എന്നുള്ളായിരുന്നു. പക്ഷേ ഈ ചാനൽ തുടങ്ങി നമ്മളിങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്ത സമയത്താണ് ഇതിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത് തുടങ്ങിയത്. അതായത് നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ പോകുന്നത്. അതായത് ഒന്ന്, നമ്മൾ ഡീലർഷിപ്പിൽ പോയിട്ട് എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, എനിക്കൊന്ന് കോണ്ടന്റ് ചെയ്യാൻ ഒരു അവസരം തരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ഞങ്ങളെ വണ്ടികൾ പരിചയപ്പെടുത്താൻ ഒരു തേർഡ് പാർട്ടി ആളുടെ ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ, ഞങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, ഞങ്ങൾക്കും വീഡിയോ ഉണ്ടാക്കാം, ഞങ്ങൾക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, യൂട്യൂബ് ഈസ് എ ഫ്രീ പ്ലാറ്റ്ഫോം, ഞങ്ങൾക്കും ചെയ്തൂടെ എന്നുള്ളൊരു വലിയ ചോദ്യം കേട്ടു തുടങ്ങി. രണ്ടാമതൊരു കാര്യം, ഹു ആർ യു എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ ആരാണ്? ഞങ്ങൾ നിങ്ങൾക്ക് വണ്ടി തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കണമല്ലോ, അതിന് നിങ്ങൾ ആരാണ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അത് ഒരു വലിയ തടസ്സമായി. അവിടെയാണ് an idea can change your life എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ആലോചിച്ചു ഇനി എന്ത് ചെയ്യും. കാരണം തുടങ്ങിപ്പോയി, നമ്മളേതായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും തുടങ്ങി. ഇനി ഇതെന്ത് ചെയ്യണം? ബ്രാൻഡിനാണ് വാഹനം തരാനുള്ള ബുദ്ധിമുട്ട്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. പക്ഷെ ഈ വാഹനം വാങ്ങിയ ആളുകൾക്ക് ഒരു നിയമവും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. സോ അവരെ കൺവിൻസ് ചെയ്ത് അവരെ കയ്യിൽ നിന്നൊരു ലക്ഷറി വാഹനം വാങ്ങി അവരുമായിട്ട് സംസാരിച്ച് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് എന്തുകൊണ്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ എന്നുള്ളൊരു ആശയമായിരുന്നു ശരിക്കും എൻ്റെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും ഞാൻ ഫോളോ ചെയ്യുന്നൊരു സ്ട്രാറ്റജി കൂടിയാണത്. ലക്ഷറി കാറുകൾ വാങ്ങിയിട്ടുള്ള ഓണേഴ്സിനടുത്ത് സംസാരിച്ച് അവരുടെ വാഹനങ്ങൾ വാങ്ങി അത് റിവ്യൂ ചെയ്ത് അതിൽ ഞാൻ കുറച്ച് ഐഡിയാസ് കൂടി ഇംപ്ലിമെന്റ് ചെയ്തു. ഒന്ന്, ഐ സ്റ്റാർട്ടഡ് ടു ടെൽ അബൌട്ട് ഹിസ്റ്ററീസ്. അതായത് നോർമലി മലയാളത്തിൽ അങ്ങനെ ആരും പറയാത്ത വാഹനങ്ങളുടെ ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററികൾ പറഞ്ഞ്, അതായത് ഒരു വണ്ടി എന്നുണ്ടായി, അത് എങ്ങനെ ഉണ്ടായി, ആ പേര് വരാനുണ്ടായ കാരണം, അതെവിടെ ജന്മം കൊണ്ടു, അങ്ങനെ തുടങ്ങിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് പറഞ്ഞ് ഒരു ഇൻട്രോയിലൂടെ ആരംഭിക്കുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവുമെന്ന് തോന്നി. അങ്ങനെ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പം കുറച്ച് ആളുകൾ അതിനോട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കുറെ ആളുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ ഫോളോയിങ് അതിങ്ങനെ കൂടി വന്ന് പണ്ട് എൻ്റെ അടുത്ത ആൾക്കാർ പറഞ്ഞതായത് നിനക്ക് അങ്ങനെ ഗ്രോ ആവാൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പിന്നീട് എൻ്റെ അടുത്ത് വന്ന് നമുക്കൊരുമിച്ചൊരു വീഡിയോ ചെയ്താൽ എന്താ എന്നുള്ളൊരു രീതിയിലേക്ക് ചോദ്യം വന്നു. ഏറ്റവും അവസാനം ഒരുപക്ഷെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് മാനുഫാക്ചേഴ്സ് ലംബോർഗിനി പോലും നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റി. ഇറ്റ്സ് ഓൾ ബിക്കോസ്
ഓൺലി വൺ ഐഡിയ. അതാണ് ഞാൻ പറയുന്നത്, ഒരു ഐഡിയ ക്യാൻ ചേഞ്ച് അവർ ലൈഫ് എന്നുള്ളതാണ്. അന്ന് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെയോ പറഞ്ഞു കേട്ട ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ വെച്ച് എന്നെ കൊണ്ടാവില്ല എന്നുള്ളൊരു തോട്ടിൽ എന്നേക്കുമായി ഞാനും എൻ്റെ സറൗണ്ടിലുള്ള ഒരു 10-20 ആളുകളും മാത്രം അറിയപ്പെടുന്ന ഒരു പേരോ അല്ലെങ്കിൽ ഒരു മുഖവും ആയി മാറി ഒതുങ്ങിക്കൂടുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബേസിക്കലി ഐ എം എ ടെക്കി. ഞാൻ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ ഒരു ജോലിയുമായിട്ട് എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ചു മാറ്റി ടൈയൊക്കെ കെട്ടി ഷൂ ക്ലീൻ ചെയ്ത് അത് പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ HR ഫൈൻ അടിച്ചു തരുന്ന, മെമ്മോ അയച്ചു തരുന്ന ഒരു സിസ്റ്റത്തിനകത്ത് കിടന്ന് ഇങ്ങനെ, ഞാനൊരു കുറ്റം പറയില്ല, ബട്ട് അങ്ങനെ ഒരു സിസ്റ്റത്തിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരാളിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. എൻ്റെ തന്നെ പാഷനാണ്, അതിപ്പം എൻ്റെ പ്രൊഫഷനാണ്. ആ തരത്തിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റി എന്നുള്ളതാണ്. സോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചുറ്റുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ഒരിക്കലും വണ്ടി വിളിച്ച് നമ്മളെ വീട്ടിൽ വന്ന് നമുക്കൊരു ഐഡിയ പറഞ്ഞു തന്ന് നമ്മളെ നന്നാക്കി കളയാമെന്ന് ചിന്തിക്കുന്ന ആരും ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ഒരാളെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിനെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ള വലിയൊരു ആശയം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏകാന്തമായ തെരുവിൽ നമുക്ക് നമ്മളെ കണ്ടെത്താനാകുമെന്നാണ്. അതായത് ആരും കാണില്ല എന്ന് ഉറപ്പുള്ള അടച്ചിട്ട റൂമിൽ നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആരും കാണാനല്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനില്ലാത്ത ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ. ബാക്കിയൊക്കെ നമ്മൾ മറ്റുള്ളവർ കാണുമോ എന്ന് പേടിച്ച്, മറ്റുള്ളവർ മനസ്സിലാക്കുമോ എന്ന് പേടിച്ച് പല ക്യാരക്ടറിനെയും ഹൈഡ് ചെയ്ത് ജീവിക്കുന്ന നമ്മളാണ്. സോ ഇൻ കേസ് ഓഫ് നമ്മളെ സ്ട്രെങ്ത്, അതിൽ നമ്മളെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ ടീച്ചർമാരൊക്കെ പറയാറുണ്ട്, നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ ട്രൈ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ പാടാൻ കഴിയുന്ന ആളാണെങ്കിൽ നിങ്ങൾ പാടാൻ ശ്രമിക്കൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളോട് അതിന് പറയുന്നതിനപ്പുറത്ത് നിങ്ങൾ നല്ലൊരു സെല്ലർ ആണോ എന്ന് നിങ്ങൾ തിരിച്ചറിയാം, നിങ്ങൾ നല്ലൊരു പ്രസന്റർ ആണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക, നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണോ എന്ന് സംസാരിക്കുക, നിങ്ങൾ നല്ലൊരു കോർഡിനേറ്റർ ആണോ എന്നുള്ള നമ്മളെ കണ്ടെത്താൻ ശ്രമിച്ച് അതുമായി ബന്ധപ്പെട്ട പാഷനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതൊരു പ്രൊഫഷനേക്കാൾ ഉപരി ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഐഡിയ എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഈ ഐഡിയ എന്നുള്ളത് നമ്മളുടെ ചുറ്റുപാടിൽ തന്നെയുണ്ട്. ചുറ്റുപാടിനെ നന്നായിട്ട് വീക്ഷിക്കുക, അവിടെ നിന്ന് നമുക്ക് ഒരുപാട് ആശയങ്ങളെ കണ്ടെത്താൻ കഴിയും. ഒരുപാട് ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് പുതിയ പുതിയ ഐഡിയകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യും തോട്ടുകളില്ല. പക്ഷെ ഒരു യൂട്യൂബർ ആവുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഭയങ്കര ഈസിയാണ് എന്ന് എല്ലാവർക്കും തോന്നാറുണ്ട്. ഐ അഗ്രി, ഭയങ്കര ഈസിയാണ്. അതായത് ആളുകൾ എന്റർടൈൻ ആവുന്ന കോണ്ടന്റുകൾ ഇടുക, ആ കോണ്ടന്റുകളിലൂടെ റീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഐ എം യൂട്യൂബർ. കോണ്ടന്റ് ഇട്ട യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. പക്ഷെ 2 തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഒന്ന്, ഫണ്ണായിട്ട് നമ്മൾ കാണുന്നു, അത് പിന്നീട് ഓർത്തു വെക്കാനോ ഒന്നിനും നമ്മൾ മെനക്കിടുന്നില്ല, നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയും. രണ്ടാമത്തത് സെർച്ച് വാല്യൂ ഉള്ള കണ്ടന്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പഠിപ്പ് കഴിഞ്ഞ് ജോലിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഓക്കെ എൻ്റെ ആനുവൽ വരുമാനം പ്രകാരം എനിക്കിപ്പം ഒരു കാർ എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ കാർ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഏത് കാർ വേണം? നിങ്ങൾ കുറേ നേരം ആലോചിച്ച് തീരുമാനിച്ചു, ഇന്ന ബ്രാൻഡുകളുടെ 2-3 വണ്ടികൾ എടുത്ത് കളയാം, അതിൽ ഈ 2 വണ്ടികൾ എങ്ങനെയുണ്ടെന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ABC ഇന്ന ബ്രാൻഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എന്നെ കണ്ടെന്ന് വരാം. അതാണ് സെർച്ച് വാല്യൂ ഉള്ള കണ്ടന്റ്. അത് എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും ആളുകൾ അത് കാണാൻ ശ്രമിക്കും എന്നുള്ളതാണ്. സോ നിങ്ങളൊരു യൂട്യൂബർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത്, സെർച്ച് വാല്യൂ ഉള്ള കണ്ടന്റുകൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒതന്റിക് ആവാൻ കഴിയും എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഓട്ടോമോട്ടീവ് ജേർണി ആരംഭിക്കുന്നത് ഏറെക്കുറെ 2020 കാലഘട്ടങ്ങളിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫേസിലൂടെ ഒക്കെ കടന്നുപോയി. പക്ഷെ ഞാൻ എൻ്റെ കരിയറിലെ 2ാമത്തെ ഏറ്റവും വലിയൊരു പോയിന്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതേപോലത്തെ മറ്റൊരു ചെറിയ ഐഡിയയാണ്. ഞാനൊരിക്കൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നാട്ടിലുള്ള കുറെ ആളുകളെയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറെക്കുറെ 20,000 ഫോളോവേഴ്സ് ആവുന്ന സമയത്താണ് ഒരു ബ്രാൻഡ്, ഒരു ചൈനീസ് ബ്രാൻഡാണ്, ആ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പം അവരൊരു വണ്ടീനെ കൊണ്ടുവരുന്നു. അത് ഭയങ്കര ബഡ്ജറ്റീവായിട്ട് ഭയങ്കര ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാഹനമാകും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കുന്ന സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്യാണ് ആ വണ്ടിയുടെ വീഡിയോ ചെയ്യണമെന്ന്. അതിനു വേണ്ടിയിട്ട് ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള റിയാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തും കൂടി ഒരു ദിവസം ബൈക്കിൽ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ നിന്ന് തൃശ്ശൂർ വരെ
ഇതുപോലെ ഒരു റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റ് വഴിയിൽ നിന്ന് നോമ്പൊക്കെ പറന്ന് പോയി ആ ഡീലർഷിപ്പിൽ എത്തുന്ന സമയത്ത് ആ ഡീലർഷിപ്പിലെ ആളുകൾ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ബയർ വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. ഞാൻ അവിടെ പോയി അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് 8 മണിയായിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളോട്, അയ്യോ ഞങ്ങളിങ്ങനെ ഒരു ബയർ വരുന്നുണ്ട് എന്ന് വിചാരിച്ചാണ് കാത്തിരുന്നത്, വീഡിയോ ചെയ്യാൻ പെർമിഷൻ കിട്ടില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പെർമിഷൻ തരില്ല, അത് പറ്റില്ല, പോസിബിൾ അല്ല എന്നുള്ള കാര്യം കേട്ടത് കൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും തോന്നിയില്ല. ഞാൻ ഭയങ്കര കൂളായിട്ട് ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറുമ്പോൾ അന്ന് ആ ഒരു സ്ഥാപനത്തിന്റെ സെയിൽസ് മാനേജർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ പേര് നജീബ് എന്നല്ലേ? അതെ. നിങ്ങൾക്ക് നോമ്പില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എവിടുന്ന് നോമ്പ് തുറന്നു? നമ്മൾ വരുന്ന വഴിക്ക് നോമ്പ് തുറന്നു. നിങ്ങൾ നോമ്പും പിടിച്ചിട്ട് മലപ്പുറത്ത് നിന്ന് ഈ ഒരു 2 വീലറിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത്ര ദൂരം സഞ്ചരിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പൊ അയാളിനോട് ചോദിച്ചു, അതെന്തിന് ഇത്ര കഷ്ടപ്പെട്ട എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ ഒരു ചാനൽ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള തോട്ടിലാണ്, സോ അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഓക്കെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. അങ്ങനെ അദ്ദേഹം അവരുടെ ഹെഡ് ഓഫ് സെഷനിൽ വിളിച്ചു, കുറേ നേരം സംസാരിച്ചു. ഏറെക്കുറെ ഒരു 9:30 ആവുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, പെർമിഷൻ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ഞാനൊരു സ്ഥലത്ത് നിർത്തിയിട്ട് തരാം, അവിടെ നിന്നിട്ട് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്തു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഭയങ്കര സന്തോഷം, കാരണം ഇതെങ്കിലും നടക്കുന്നുണ്ടല്ലോ. ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഞാനിത് ഷൂട്ട് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മുടെ മുൻഗാമികളെ പോലെ ഞാൻ പറഞ്ഞു തുടങ്ങി, ഇതിന്റെ സൈഡ് ഫെൻഡർ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുകയാണ്, അപ്പോൾ അത് കാണാൻ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞപ്പം അരുൺ സാർ എൻ്റെ അടുത്ത് ബാക്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നജീബ് ഒരു മിനിറ്റ് ഒരു കാര്യം സംസാരിക്കാനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നജീബ്, ഇന്ത്യയിൽ വിശേഷ മലയാളി കമ്മ്യൂണിറ്റിക്കിടയിൽ ഒരു വാഹനത്തിന്റെ ടെക്നിക്കൽ ടേംസ് അറിയുന്ന 10% ആൾക്കാർ മാത്രമാണുള്ളത്. അതായത് ഇതിന്റെ സൈഡ് ഫെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ടയറിന്റെ മുകളിൽ കാണുന്ന തടിച്ചു നിൽക്കുന്ന ഭാഗമാണ് എന്നറിയുന്ന 10% ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ള 90% ആൾക്കാരും ഇത് അറിയാത്തവരാണ്. അപ്പൊ നജീബ് തീരുമാനിക്കേണ്ട ഒരു വിഷയം, ഈ 10% ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ 90% ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ നജീബ് വീഡിയോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ഒപ്പത്തിന് പറഞ്ഞു 90%. അതിൽ രണ്ടാമത്തെ ചോദ്യമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു ആശയമായിരുന്നു പറഞ്ഞിട്ടുണ്ടാവാൻ, 90% ആളുകളിലേക്ക് നിങ്ങളുടെ ഈ ഒരു വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ടെക്നിക്കൽ ടേംസ് പറഞ്ഞോ, കുഴപ്പമില്ല, പക്ഷെ അതിന്റെ കൂടെ അതെന്താണെന്ന് കൂടി പറയണം. കാരണം ഈ 90% ആൾക്കാരാണ് ബയേഴ്സ്. സോ ഒരു പബ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, അതായത് ഒരു സോ കോൾഡ് മീഡിയയിൽ നിന്ന് വരാത്ത നജീബ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നാളെ മുതൽ ഡീലർഷിപ്പ് വണ്ടികൾ തരണമെന്നുണ്ടെങ്കിൽ നജീബിന്റെ വീഡിയോ കണ്ടിട്ട് ആളുകൾ വണ്ടി വാങ്ങി എന്നുള്ള ഒരു റെക്കോർഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അരുൺ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, ഓക്കെ നെക്സ്റ്റ് വണ്ടി വരുമ്പോൾ നിങ്ങൾ എന്തായാലും നജീബിന് കൊടുക്കണം, കാരണം അവന്റെ വീഡിയോ കാരണം നമുക്ക് ഒരുപാട് വണ്ടി വിറ്റിട്ടുണ്ട് എന്നുള്ളൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ 90% ആൾക്കാർക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ ടെക്നിക്കൽ ടേംസ് പറയുമ്പോൾ അതിന്റെ പർപ്പസ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ആശയം എൻ്റെ മുമ്പിലേക്ക് ഇട്ട് തന്നത് അരുൺ സാറാണ്. ഞാൻ വീഡിയോ തുടങ്ങി 2-3 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ഒരു ഇൻഡസ്ട്രിയെ വിട്ടുപോയി. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ വാക്കിൽ പിടിച്ചു കയറി ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാർ അറിയുന്ന, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ എത്തി നിൽക്കുന്ന രീതിയിൽ എൻ്റെ ചാനലിൽ എനിക്ക് വളർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. സോ ഇതാണ് രണ്ടാമത്തെ ഒരു ഐഡിയ. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത 2 ആശയങ്ങളാണ്. ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്ന ഒരു തോട്ടാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ എവിടെയാണോ സ്റ്റക്ക് എന്ന് നിങ്ങളുടെ മൈൻഡിന് മാത്രമേ അറിയുള്ളൂ. അതിന് ഇതുപോലെ സിമ്പിളായിട്ട്, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട, ഭയങ്കര സിമ്പിളായിട്ട് ചിന്തിച്ച് നല്ല ആശയങ്ങൾ ഉൾപ്പെടുത്തി, അത് ബിസിനസ് ആണെങ്കിലും പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജോബിന്റെ കാര്യത്തിലാണെങ്കിലും ഇനി നെക്സ്റ്റ് ലെവലാണെങ്കിലും ഒക്കെ തന്നെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങളെ ഉറക്കി കിടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന ഒരുപാട് സ്വപ്നങ്ങൾ എന്ന് പറയുന്നതിന് നിങ്ങൾ ഇനി സ്വപ്നങ്ങൾ എന്ന് വിളിക്കരുത്. പക്ഷെ പകരം ഒരു സ്വപ്നം കണ്ട് അത് നിങ്ങളെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കണം. ആ സ്വപ്നത്തിന് വേണ്ടി വർക്ക് ചെയ്യണം, അതിനുവേണ്ടി ചിന്തിക്കണം, അതിലേക്ക് പോയിന്റുകൾ ആഡ് ചെയ്ത് കൊടുക്കണം, അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇനി അവസാനമായിട്ടൊരു പോയിന്റ് പറയാനുള്ളത്, നമ്മളെല്ലാവരും ജനിച്ചത് സാധാരണക്കാരായിട്ടാണ്. ആ സാധാരണക്കാരായി തന്നെ മരിക്കണോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ടെഡെക്സ് വേദിയിൽ വരണോ, ഇതിനേക്കാളും വലിയ വേദിയിലേക്ക് പോകണോ, ഹോൾ ഓഫ് ഫെയിമിലേക്ക് പോകണോ, വിദേശ രാജ്യങ്ങളിലെ വലിയ വലിയ സ്പീച്ച് ഇവന്റുകളിലേക്ക് പോകണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. സോ മൈ ബർത്ത് ഷുഡ് ബി എ കോമൺ, ബട്ട് മൈ ഡെത്ത് ഷുഡ് ബി എ ഹിസ്റ്ററി. നമ്മൾ മരിക്കുമ്പോൾ എന്തൊക്കെയോ ചെയ്തു പോയ ഒരാളായിരുന്നു, അവരെന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം, നമുക്ക് സാധിക്കും. എന്നെ പോലെ
വളരെ താഴ്ന്ന ഒരു ഫാമിലിയിൽ മീൻസ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന വലിയ വലിയ വ്യക്തിത്വങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, രാമേശ്വരത്തെ ഒരു ചെറിയ വീടിൽ, ചോർന്നൊലിക്കുന്ന വീടിൽ ജനിച്ചു വളർന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ഇന്ത്യയുടെ പരമോന്നത പീഠത്തിലെത്താമെങ്കിൽ, മിസൈൽ മാൻ ആവാമെങ്കിൽ, KR നാരായണൻ എന്ന് പറയുന്ന ചെറിയ മലയാളിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാമായിരുന്നെങ്കിൽ എല്ലാവർക്കും സാധിക്കുമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഇന്ന് തന്നെ നിങ്ങളുടെ ആശയങ്ങൾക്ക് തുടക്കം കുറിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. ഹാവ് എ നൈസ് ഡേ.